i2 ന്യൂസിൻ്റെ സ്റ്റാർ കണക്ട് എന്ന ഷോയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡും നിങ്ങൾ നന്നായി എൻജോയ് ചെയ്തു എന്നെനിക്കറിയാം. അപ്പം നമ്മുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നമ്മുടെ മുന്നിൽ മാത്യു ചേട്ടനാണ്. മാത്യു ചേട്ടാ, ഇപ്പം എനിക്ക് തോന്നുന്നു 2 സീരിയലിൽ ത്രോട്ട് ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ് അല്ല ഇപ്പം റിമൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, അത് ഇപ്പം ഫണ്ണായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മറക്കാനാവാത്ത ആ ഒരു അനുഭവം നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ആഗ്രഹം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ബേസിക് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കൊതിയാണ് ചില കാര്യങ്ങളോടും. എനിക്ക് എല്ലാത്തിനോടല്ല, ചില കാര്യങ്ങളോടും എനിക്ക് കൊതിയാണ്. എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ലൊക്കേഷനിൽ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇതാണല്ലോ എൻ്റെ ബർത്ത്ഡേ ഒരു ഇതിൽ ആഘോഷിക്കുന്നതൊക്കെ പറഞ്ഞ് അത് ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പോൾ എൻ്റെ 2 ബർത്ത്ഡേ 2 വർഷം അടുപ്പിച്ചായിട്ട് ഞാൻ മധുരനൊമ്പരക്കാറ്റിൽ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. അത് പറയുമ്പോൾ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഞാൻ അവേഷ്യസായിട്ട് നിൽക്കുന്ന തീർച്ചയായിട്ടും നമ്മളൊരു സെറ്റിൽ നമ്മളെ വിളിച്ച് പറയുക ബർത്ത്ഡേ ആയതുകൊണ്ട് വരണം, നമുക്ക് വർക്കില്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് പറയുമ്പോൾ വരണം, വന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഇടയിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി ചിലപ്പോൾ ഷോർട്ട് സീൻ കഴിഞ്ഞ ആൾക്കാർ അവിടെ നിൽക്കും, കേക്ക് മുറിക്കാൻ വേണ്ടി വരും. അതൊക്കെ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി മനുഷ്യരെ സന്തോഷിപ്പിക്കാനും. ഭയങ്കര ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ചില ഇത് എൻ്റെ ഒരു സുഹൃത്തല്ല, സീനിയർ ആർട്ടിസ്റ്റാണ്, ഞാനൊരു സുഹൃത്തായിട്ട് കാണുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ കുഞ്ഞ് ഓരോന്ന് പറയും, ചെറിയ ചെറിയ സാധനം എനിക്ക് 5 രൂപയുടെ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അതൊന്നും അപ്പം മേടിച്ച് കൊടുക്കത്തില്ല. അതെന്താണെന്നുള്ളത് ചിലപ്പോൾ ഇവർ നിറയെ പൈസ ചിലവാക്കും, വലിയൊരു കാർ മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ ടോയ് കാർസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പം കൊച്ച് ആഗ്രഹിച്ചത് 5 രൂപയുടെ ഒരു ചെറിയ ഇതാണ്, അതിൻ്റെ ആഗ്രഹം അതാണ്. നമ്മൾ അതിന് പകരം 1000 രൂപയുടെ ഒരു കാർ മേടിച്ചു കൊടുത്തിട്ട് എന്തുപയോഗം? ഒരു ഉപയോഗമില്ല. അത് പുള്ളിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു എന്താ പറയുക, ഒരു ആളുടെ അടുത്ത് ഈ കുഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത അച്ഛനെയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞു? അച്ഛൻ ഞാൻ അത് മേടിച്ച് തന്നില്ല, എനിക്ക് വേറെ എന്താ മേടിച്ചു തന്നു. അപ്പോൾ കുഞ്ഞു മനസ്സിൽ അതാണ് പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മൾ. അപ്പോൾ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വലിയ പൈസയോ വലിയ ഇതൊന്നും, അവരെന്താണോ അവരെങ്ങനെയാണോ അത് മനസ്സിലാക്കുക. അവർക്ക് ചിലപ്പോൾ ഒരു ആക്ടറിനെ ബേസിക്കലി സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത്, അവർ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ് ഈസ് ദ ബേസിക് റെസ്പെക്ട് വി ക്യാൻ ഗീവ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസ്പെക്റ്റാണ് ഈ എടാ നന്നായിട്ട് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ എടി നന്നായിട്ട് ചെയ്തേനെ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അപ്രീസിയേഷൻ, ജെന്യുവൻ അപ്രീസിയേഷൻ. അതൊക്കെ മതിയല്ലേ? അതൊക്കെ മതി, ഒരു ആൾക്കാരെ ഹാപ്പി ആക്കാൻ അതൊക്കെ മതി. അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അല്ല നമ്മൾ പൈസ മുടക്കി അത് ചെയ്യുക ഒന്നും വേണ്ട. ഇടയ്ക്കൊന്ന് തുള തട്ടി കൊള്ളാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. ആരും ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിനേക്കാൾ അപ്പുറം അതൊരു ഫീലാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒരു അപ്രീസിയേഷൻ. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ മറക്കാനാവാത്ത ഒരു കുറെ നേരം പ്രൊഫഷണൽ ലൈഫിനകത്ത് പ്രേക്ഷകർ മൊത്തം കണ്ടോണ്ടിരിക്കുകയാണ്. എന്താണ് ജീവൻ എന്നല്ലെങ്കിൽ മറ്റൊന്ന ഒരു ക്യാരക്ടർ എന്താണ്? പേഴ്സണൽ ലൈഫിൽ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്യു 27 നോട്ട് മാരീഡ്. അതാണ് മറക്കാനാവാത്ത. അത്രേ ഉള്ളൂ, അല്ലാതെ വില പ്രത്യേകിച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സീരിയലിൻ്റെ അകത്തോ ഫിലിമിൻ്റെ അകത്തോ എവിടെയെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹഷ് തോന്നിയിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, അതാരാ? ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം കേട്ടോ. ഒരാളെ പറയാ എനിക്ക് കാണുന്നില്ല. അല്ല അങ്ങനെയല്ല, അത് ചില രീതിയിലാണ്. ഞാൻ പറയട്ടെ, ചില ആൾക്കാരുടെ ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബേസിക്കലി എനിക്ക് ഭയങ്കര ക്രഷ് തോന്നിയ ആൾക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ
അമ്മയെക്കായാലും മൂത്തതാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം എനിക്ക് ശോഭന മാമും എനിക്ക് ഭയങ്കര ഒരു ക്രഷാണ്. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്രഷല്ല, നമുക്ക് ഒരു യങ് ഏജിന് ഒരു അല്ല, അതാ പറഞ്ഞേ എൻ്റെ ക്രഷിന് എനിക്ക് അങ്ങനെ പ്രായപരിധിയോ ഇതൊന്നുമില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ഒരു ഫസ്റ്റ് ലുക്കിൽ എനിക്ക് ഒരാളെ ഇങ്ങനെ കണ്ട് വാവ് കൊള്ളാലോ എന്ന് തോന്നുന്നത് വളരെ ചുരുക്കമാണ്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ ഭംഗിയുണ്ടെങ്കിൽ അത് ശരിയാണ്, ഓക്കെ ഭംഗിയുണ്ട്, അത് വാവ് ഫാക്ടർ ഇല്ല അതിൻ്റെ അകത്ത്. അവർ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ ഉർവശി മാം ഇവരൊക്കെ ഇവരുടെ പഴയ പടങ്ങൾ കാണുമ്പോൾ ദൈവറിയാൻ, ഇപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ദൈവറിയാൻ. പക്ഷെ അത് കാണുമ്പോൾ ഞാൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിലും ആണുങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടന്മാരാണ് ഇവരൊക്കെ. മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സിലബസാണ്. ഞാൻ സിലബസായിട്ട് കണക്ക് കൂട്ടുന്ന ആൾക്കാരാണ് അവർ. മമ്മൂക്ക ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ, തിലകൻ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു മൈന്യൂട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഡെപ്തായിട്ട് നമ്മൾ നോക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഒരു പോയിന്റ് ഓഫ് സ്കോപ്പ് നമ്മൾ വിചാരിക്കുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും. അതെങ്ങനെയാണ് അവർ ചെയ്തത്, എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ള അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറേ നടന്മാരെ എനിക്ക് റഷ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അതാ പറഞ്ഞേ, ഈ ഒരു ക്രഷ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, അവരോട് ഒരു ഇഷ്ടം തോന്നും. അവരെങ്ങനെ ചെയ്യുന്ന ആരാധന, സത്യം അതൊരു ഭയങ്കര ആരാധനയാണ്. ലാലേട്ടനൊക്കെ ചില ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് സ്ക്രീനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങണ്ട, ഈ സീൻ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓമൊക്കെ ഇണ്ണിച്ചത് കഴിയും. അല്ലേ, ഞാൻ ഈ ഇവരുടെ രണ്ടുപേരുടെയും കോമ പറയാം കേട്ടോ. ഈ ലാൽ സാറിൻ്റെയും തിലകൻ സാറിൻ്റെയും മറ്റേ എന്താ പറയുക ചെങ്കോലിലാണ് വന്നിട്ട് എനിക്ക് മണിയൻ പിള്ള രാജു അദ്ദേഹമാണെന്ന് തോന്നുന്നു വന്നിട്ട് പറയും ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെല്ലാൻ പറയും. അപ്പം ഇദ്ദേഹം പറയും എനിക്ക് വീടൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. പറയും ഇന്ന ആളുടെ ഹോട്ടൽ മുറിയിൽ അച്ഛൻ മരിച്ചു എന്ന് പറയുന്ന ഒരു രംഗമാണ്. അതെ, അത് എന്താ കാര്യം, അത് ഞാൻ പറയില്ല ഒരിക്കലും സാധാരണ ഒരു മനുഷ്യൻ ഇടുന്ന ഇമോഷൻ അല്ല അത്. പുള്ളി അത് സ്റ്റെയറിംഗ് ആണ്. ആ സ്റ്റെയറിങ്ങിൽ നിന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് അയാൾ ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ റിയാക്ഷൻ ഐ ഹാവ് എവർ സീൻ. അതൊക്കെ ഭയങ്കര റോ ആയിട്ടുള്ള സാധനമാണ്. അയ്യോ, കാരണം പറയാറില്ല. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഇടയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ അരയന്നങ്ങളുടെ വീട് ഈ ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റാണെന്ന് തോന്നുന്നു. അതെ ലോഹി സാറിൻ്റെ ആണ്. അതൊക്കെ എന്താ പറയുക ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല. അവരൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ, കാരണം അതൊരു താളമല്ലേ, റിത്തമാണ്. ആ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് വരുമ്പോൾ അതിലൊരു വൃത്തത്തിൽ, കാരണം ഇവിടെ ഹൈ ആയതിൻ്റെ ഇവിടെ ലോ ആയതൊക്കെ അങ്ങനെയൊന്നുമല്ല, ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഡബ്ബിങ്ങിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് ഡബ്ബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചുരുക്കമാണ്. ഈ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഡബ്ബിൽ പുള്ളി ഒരു പിടി അങ്ങ് പിടിക്കും. അതെ, അത് രക്ഷയില്ല. അത് നമ്മൾ എങ്ങനെ നിന്ന് പോകും, കേട്ടതെന്ന് പോകും. അത് പറഞ്ഞു എല്ലാത്തിനും. കാരണം നമ്മൾ സിംഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ എന്ത് ഇമോഷൻ ഇടുന്നോ അതേ സാധനം തന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഡബ് ചെയ്യാൻ ചെല്ലുക. ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലുമ്പോൾ ആ സീൻ നോക്കിയിട്ട് അതുപോലെ തന്നെ ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹെക്ടിക് ആയിട്ടുള്ളൊരു ജോലിയാണ്. അത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതെ, അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇവരോടൊക്കെ ആരാധന തോന്നുന്നത്. കാരണം വേറെ കാര്യങ്ങളുണ്ട്, അവരെയും സപ്പോർട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. പഴയ സിനിമകൾ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ കേട്ടോ, അവരെ സൂപ്പർ സ്റ്റാർസ് ആക്കിയതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ചെയ്യുന്ന പണി അടിപൊളിയായിട്ട് അവർ ചെയ്യും. രണ്ടാമത്തെ കാര്യങ്ങൾ ഈ പറയുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന എഴുത്തുകാരും ഡയറക്ടേഴ്സും. അതുപോലെ നമുക്കൊരു ഉണ്ടായിരുന്നു ഇവിടെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ. അതെ, മനസ്സിലായോ? ലോഹി സാറിൻ്റെ സ്ക്രിപ്റ്റുകൾ സിബി മലയാൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ ഒരു രസമാണ്. അതിന് പറയാൻ പറ്റില്ല. പപ്പേട്ടൻ്റെ ലൈക്ക് പത്മരാജൻ്റെ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്ക് മൂന്നാം പക്കം എന്ന് പറഞ്ഞ പടം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പടമാണ്. ആ പുള്ളി തന്നെ അപരൻ എന്ന് പറഞ്ഞൊരു ചിന്താഗതി ആ സമയത്ത് പുള്ളി ചിന്തിച്ചെന്ന് ആലോചിക്കും. വിത്തൗട്ട് എനി CG ഡുവൽ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കൊണ്ടുപോയിട്ട് പുള്ളി അത് എങ്ങനെ ചെയ്യാം? അത് വോയിസിൻ്റെ അതാ പറഞ്ഞ ഓരോ ഐഡിയാസ് പോകുന്നുണ്ട്. ഒരു കോള് വരുമ്പോഴേക്കും അവിടുന്ന് പറയുന്ന ശബ്ദത്തിൽ കേൾക്കുമ്പോഴേക്കും ഇയാളുടെ റിയാക്ഷൻ മനസ്സിലാവണം. ഇയാളെ പോലെ വേറെ ഒരാൾ അയാളുടെ അടുത്ത് സംസാരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ അവർ അങ്ങനത്തെ
വലിയൊരു ലോകം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതെ, അതിൻ്റെ അകത്താണ്. അപ്പം അതൊക്കെ കണ്ട് ആഗ്രഹം മൂത്താണ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ എവറിത്തിങ് നമുക്കിപ്പോൾ ഉള്ള എല്ലാം നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളെ ആരോ ഒരു ആഗ്രഹം കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് കണ്ടാണ് നമ്മൾ കൊതിക്കുക, അത് കണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പം ഈ പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മളെന്തെങ്കിലും ചെയ്ത് വെച്ചാൽ അവരെ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർക്ക് മുമ്പിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് അറിയാൻ പറ്റും. നമ്മളെല്ലാവരും ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട് വിട്ട് പോയി വെളിയിൽ പോയി ഇങ്ങനെ പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇനി ഒന്നും ഇല്ലാതായിപ്പോൾ. ശരിയാണ്, ഒന്നും ഇല്ലാതായിപ്പോൾ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം എന്നെ ബേസിൽ ഞാൻ, കാരണം വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ഇതന്നെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അവസരങ്ങൾ നമ്മളെ തേടി പിടിക്കുക എന്നുള്ളതാണ്. ദർ ഈസ് നോ ലെക്ക്, വി ഷുഡ് മേക്ക് അവർ ലെക്ക് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഭാഗ്യവും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയേണ്ട കാര്യം, എനിക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ലൊരു സിനിമ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ തന്നെ തേടി പിടിക്കുക എന്നുള്ളതാണ്. കീപ് ഗോയിങ്. നമ്മൾ പരിശ്രമിക്കുക. ഓരോ ആൾക്കാരെ പുതിയതായിട്ട് പോയി കാണുക. ഇപ്പം ഞാൻ പുതിയതായിട്ട് പോയി കാണുന്ന ആൾക്കാർ ചിലപ്പോൾ എന്നെ അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ എന്നെ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുക. അത് ഉൾക്കൊള്ളുക, അത് വേറെ വഴിയില്ല, അതിൻ്റെ അതൊന്നുമില്ല. അപ്പം അത് അവരുടെ മിസ്റ്റേക്കല്ല. എന്നെ ഒരാൾ കണ്ടിട്ട് അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് എൻ്റെ പരാജയമാണ്. ഞാൻ എൻ്റെ ഒരു വലയം അത്ര ചെറുതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാകാറ്. അതിൻ്റെ അകത്ത് അവൻ ഭയങ്കര മനസ്സിലാകാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ അവർ മനസ്സിലാക്കുന്ന രീതി വരെ, ഉയർച്ച വരെ നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ചെയ്യാം. അതിന് കീപ് ഗോയിങ്, ദാറ്റ്സ് ഇറ്റ്. അതിന് വേറെ ഒരു മറുവാക്കില്ല. അതിൽ നിൽക്കാതെ ഓടുക. ഓടേണ്ട സമയമാണിത്. നമ്മുടെ നിൻ്റെയും എൻ്റെയും ഒക്കെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഓടുക എന്നുള്ളതാണ്. അതെ, ഈ സമയത്ത് ഓടാതെ എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചിന്തിച്ചാൽ തിരിച്ചു കിട്ടാത്തൊരു ആകെയുള്ള നമുക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. കോൺഫിഡൻസ് വെക്കുക, നമ്മളെ തന്നെ നമ്മൾ ആദ്യമേ വിശ്വസിക്കുക, നമ്മളോട് തന്നെ ആദ്യമേ നമ്മൾ ചോദിക്കണം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യണം, നമ്മൾ സ്വയം സംസാരിക്കണം. നമ്മൾ ചില സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കണം, അവിടെ നിനക്ക് ശരിക്കും ഇഷ്ടമാണോ ഈ പരിപാടി, അതോ നീ ചുമ്മാ ചെയ്യുന്നതാണോ, നീ ചുമ്മാ ബാക്കി ഇത് കണ്ടിട്ടോ. സ്വയം ഇടയ്ക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ചില കൺഫ്യൂഷൻ, വർഷങ്ങളായിട്ട് കിടക്കുന്ന കൺഫ്യൂഷനൊക്കെ ചിലപ്പം സോൾവ് ചെയ്ത് കിട്ടും. സ്വയം നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്, ഇത് നിനക്ക് വേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് നമുക്ക് നമ്മളോട് തന്നെ കള്ളം പറയാൻ പറ്റില്ല. തന്നെ ഉള്ളത് വരും. ഇല്ല കേട്ടോ, അവിടെ ഉള്ളതല്ല, ചുമ്മാ ആ സമയത്ത് എടുത്ത് ചാടിയാന്നുള്ള തോട്ടപ്പം വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി പിടിച്ചോളാം. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മതി. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ തോന്നുന്നു. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മളെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തന്നെ അളക്കണം ഫസ്റ്റ്. തീർച്ചയായിട്ടും, മനസ്സിലായോ? നമ്മളത് വേറെ ഒരാളുടെ കയ്യിൽ അതിനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി. വേറെ ഒരാൾ നിന്നെ അളന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായിരിക്കും. ഫസ്റ്റ് നമ്മളെ തന്നെ അളക്കുക. എന്താണ് പറ്റുമോ പരിപാടി, കയ്യിലുണ്ടോ പരിപാടി, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ തന്നെ അളക്കുക. ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പൊളിക്കുക, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത വേറെ കാര്യങ്ങൾ. ഇപ്പം ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും A+ കിട്ടി. ബാക്കി ഇപ്പം ഞാൻ പറയട്ടെ, ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഒരുത്തം വരണം, അല്ലെങ്കിൽ സെക്കൻഡ് ഒരുത്തം വരണം, എന്നാലേ ഒരാൾക്ക് ഫസ്റ്റ് കിട്ടും. അപ്പം ആ മേഖലയിൽ ഇപ്പം പഠിക്കുക എന്ന് പറഞ്ഞ മേഖലയിൽ ഇന്ന ആളായിരിക്കും ബെസ്റ്റ്. പക്ഷെ ഈ ആളും ഈ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ആളും കൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ട മത്സരത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ഇവനായിരിക്കും. അവസരങ്ങൾ എല്ലായിടത്തും ഉണ്ട്, മനസ്സിലായോ? ഒരു സ്ഥലത്ത് മാത്രമല്ല അവസരങ്ങൾ. അതിൽ നമ്മൾ ഏതിലാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ വിജയം. അതാ പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന പരിപാടി ചെയ്യരുത്, പെട്ടുപോകും. അത് ഭയങ്കര ഇതാവും. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ ഇങ്ങനെ പോകുമ്പോൾ, ഞാൻ ഓഫീസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കിൽ ഞാനിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മലയാളം പടങ്ങളുടെ അവിടെ ഫിനിക്സ് എന്നൊക്കെ പറഞ്ഞ് മാളൊക്കെ ഉണ്ട്. അപ്പം മാളിലൊക്കെ മലയാളം പടം വരുമ്പോഴേക്കും പോസ്റ്റേഴ്സ് ഒട്ടിക്കും. ഞാൻ ആ പോസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഞാൻ അത്ര അടിപൊളിയായിട്ട് ഒരുങ്ങിയതും ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. കാരണം എൻ്റെ മനസ്സ് മൊത്തം അതായിരിക്കും, ഞാനത് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരുവാനില്ല. അതാണ് എൻ്റെ ഒരു സംഭവം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചേട്ടാ, നമുക്ക് ഇപ്പം AMMA എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനിമയിൽ സംഘടനയുണ്ട്.
ഇപ്പം എന്താ പറഞ്ഞ പോലെ സീരിയലിനകത്ത് അങ്ങനെ ഒരു സംഘടനയുണ്ടോ, അത് കാര്യക്ഷമമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ, എന്താണ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ? ആത്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അത് ഐ മീൻ ലൈക്ക് ഫോർ ആക്ടേഴ്സിന് വേണ്ടിയുള്ള FFK ഉണ്ട്. അങ്ങനെ അത് വേറെ ടെക്നീഷ്യൻസിനുള്ള. അപ്പം ആത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കൂട്ടായ്മകളെ. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് അതിനുള്ള ഭാഗ്യം, ഞാൻ മെമ്പർ ആകാനുള്ള ഭാഗ്യമായിട്ടില്ല ഇതുവരെ. പക്ഷെ എന്നാലും എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. കാരണം ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് അമ്മ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആഘോഷമാണ്, ഒരു സന്തോഷമാണ്. അവർ പോവുക, അവരുടെ കൂടെ വർക്ക് ചെയ്ത് ചിലപ്പം അവരൊരു 20 വയസ്സുള്ളപ്പോൾ വർക്ക് ചെയ്ത ആൾക്കാരായിട്ട് പിന്നെ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ല, ഒരു കൂട്ടായ്മയ്ക്ക് കിട്ടുന്ന അവസരമല്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അസോസിയേഷൻസ് ഒക്കെ എന്നും നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ യുവത്വം നിലനിർത്തുന്നത് എങ്ങനെയാണ്, നമ്മുടെ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ പറയുമ്പോഴേക്കും നമ്മൾ ട്രാവൽ ബാക്ക്, നമ്മൾ പഴയ കാലത്തിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഇത് ഭയങ്കര നല്ലൊരു അടിസ്ഥാനപരമായിട്ട് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അവർ കുറേ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ലൈക്ക് പെൻഷൻ കൊടുക്കുന്നു, വർക്ക് ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമാണ്. അതെ. അപ്പോൾ നാണയത്തിന് 2 വശം കാണും. ഓഫ് കോഴ്സ് നമ്മൾ ഓൾവേസ് പോസിറ്റീവ് വശങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഹാപ്പി ആയി പോവാം. ഇനി നമുക്ക് വളരെ കൂളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു 3 വാക്കിൽ 3 വേർഡ്സിൽ ചേട്ടനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ചെറിയ ചെറിയ ടാസ്കുകളല്ലേ. 3 വാക്കിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. അത് പറ്റില്ല കേട്ടോ. 3 വാക്കിൽ അങ്ങനെയാണെങ്കിൽ പറയാൻ പോകുന്ന 3 വാക്ക് എന്തായിരിക്കും? 3 വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസ്, ഓരോ വേർഡ്സ്, സിംഗിൾ വേർഡ്സ്, അങ്ങനെ ഒരു 3 വേർഡ്സ്. ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന വെച്ച് പറയാം കേട്ടോ. ഇതുവരെ ചെയ്തിരിക്കുന്ന വെച്ച് പറയുകയാണെങ്കിൽ ഐ വിൽ നെവർ ഗീവ് അപ്പ്. ഓക്കെ. ഒരു കാര്യം സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും അത് ഒന്ന് സംഭവിച്ച് പാളിപ്പോയെന്ന് പറഞ്ഞാൽ ഞാനതിങ്ങനെ വിട്ടുകളയത്തില്ല. പിന്നെയും എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ടുവരും, അതങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ. അപ്പം ഗീവ് അപ്പ് ചെയ്യുന്ന ഒരാളല്ല, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചുമ്മാ കാര്യമായിട്ട് അത് മനുഷ്യരിൽ നിന്നല്ല, ഒരു മൃഗമായാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ പട്ടിക്കുട്ടിയോ ഒരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ, എനിക്ക് പ്രായമായ ഈ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ, കാരണം നമുക്കെപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരല്ല. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ എക്സ്പയർ ആയി, അവരൊക്കെ മരിച്ചു പോയി. അപ്പോൾ പ്രായമായിരിക്കും, അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര കണക്റ്റ് ആവും, എനിക്ക് ഭയങ്കര ഇത് തോന്നും. അങ്ങനെ വെച്ചൊരു എംപത്തറ്റിക് ആയിട്ടുള്ളൊരു ചെറിയതുണ്ട്. വേറെ ഒരാളുടെ സങ്കടം കാണുമ്പോൾ സങ്കടം വരുന്ന ടൈപ്പ് ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു സംഭവം തോന്നും, വിച്ച് ഈസ് വെരി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പാടില്ലെന്നുള്ളതാണ്. അത് ഭയങ്കര ഇതാവും. പക്ഷെ എന്നാലും അങ്ങനെയുള്ളത് അങ്ങനെ വേണം, അങ്ങനെയുള്ള ആൾക്കാരും വേണം. എല്ലാ തരം ആൾക്കാരും വേണ്ട ഇവിടെ. അത് ഈ പറഞ്ഞപ്പോൾ നോട്ട് ഗീവ് അപ്പ്, എംപത്തറ്റിക്കലാണ്, പിന്നെ റൊമാൻറ്റിക്കാണ്. അങ്ങനെ ആണെങ്കിൽ ആ വാട്സപ്പിന്റെ ലാസ്റ്റ് ഇമോജി ഒന്ന് കാണിക്കാൻ പറ്റുമോ? അല്ലേ? അല്ല, പ്രൈവസി ചാറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രൈവസി ഒന്നുമില്ല, പ്രൈവസി ഒന്നുമില്ല. വാട്സപ്പിൻ്റെ മഞ്ജു ഇത് ഉണ്ണി എന്ന് പറയും, എൻ്റെ ഒരു സുഹൃത്താണ്, ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് ആണ് ലാസ്റ്റ് മെസ്സേജ് അയച്ചത്. ഇതെന്നെ പറയാം, ഇത് വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പം അദ്ദേഹം ചെറിയ ചെറിയ രീതിയിൽ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് കണ്ടപ്പം പുള്ളി ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തന്നു. അതെ. അപ്പം ഞാനത് ചാനലിലുള്ള നമ്മുടെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്ന് പറഞ്ഞു. അപ്പം അതിന് ഓക്കെ പറയാം എന്ന് അളിയൻ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു ഹഗ്ഗിങ്
ഇത് ഇട്ട് കൊടുത്തു. ഗൈസ് നമ്മൾ പാടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റയുടെ ആ ഒരു ലാസ്റ്റ് ചാറ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? നമുക്ക് ശ്രമിക്കാം, എവിടെന്നെങ്കിലും നമുക്ക് പിടിക്കാം. ഇൻസ്റ്റയുടെ ലാസ്റ്റ് ചാറ്റ് ലാസ്റ്റ് ഡിലീറ്റ് ചെയ്യണ്ട കേട്ടോ. ഇല്ലല്ല, ഡിലീറ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ചാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ശ്യാം എസ് നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് നമുക്ക്. പിന്നെ പാലിയിരിക്കുന്നു ഗൈസ്. അദ്ദേഹം എനിക്ക് ഫുഡിൻ്റെ കാര്യം അയച്ചതാണ്. ഞാൻ നല്ലതായിട്ട് ആഹാരം ആസ്വദിക്കുന്ന ആളാണ്. അപ്പം പുള്ളി സിറ്റിയിൽ മുട്ട വെച്ചിട്ടൊരു പരിപാടിയാണ്. അങ്ങനെ ഒരു സാധനം അയച്ചു കേട്ടിട്ടുണ്ട്. ഔഷധം കഴിച്ചു നോക്കി ഉള്ളത് പറയാമല്ലോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയധികം മസാലകളും ഔഷധവും ചേർത്തുകൊണ്ട് തന്നെ ഇതിന്റെ രുചി എന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. പാറ്റിക്കോ വിശക്കുന്നു. അങ്ങനെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അതിലും പോയി. പിന്നെ വേറെ എന്താ ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുക? പിടിക്കപ്പെടുന്ന തരത്തിലേക്ക് എന്ത് ചോദിക്കാൻ കഴിയും? ഫോൺ മാറ്റിയിട്ടോ അപ്പോഴത്തേക്കും. ഓക്കെ, അപ്പം ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ആറ്റോട്ടാ, സീരിയലിലെ ജീവനും റിയൽ ലൈഫിലെ മാത്യുവും എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? അതുപോലെ സൈക്കോ ആയിട്ടുള്ള ക്രൂരനായിട്ടുള്ള മറ്റേ പിശാചിൻ്റെ അങ്ങനത്തെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ അതോ ക്യൂട്ടാണ് ഹോട്ടാണ് ഇപ്പോൾ പറയുന്ന പോലെ മറ്റേ പൂക്കിയാണ്? പൂക്കിയാണെന്നൊന്നും തോന്നുന്നില്ല. നമ്മൾ പഴയ ആൾക്കാരായതുകൊണ്ട് പൂക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞോളാം അതിനെ കുറിച്ചൊന്ന്. നമ്മള് ന്യൂ ജനറേഷൻ ചെറിയ പിള്ളേര്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ ഈ എന്നെ പരിചയപ്പെടുമ്പം ആൾക്കാർക്ക് തോന്നുന്ന ആണ് അതിൻ്റെ സത്യാവസ്ഥ. മനസ്സിലാവും. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും നല്ലതാണെന്ന് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ, അല്ലാതെ മോശമാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അത് തുടങ്ങി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ എന്നെ പരിചയപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് എന്നെ അവരുടെ കണ്ണിൽ എന്നെ നിർണ്ണയിക്കുക. അത് അങ്ങനെയാണ്. നിനക്ക് എന്നെ പരിചയപ്പെട്ടെന്ന് തോന്നുന്നു. അത് ഞാനിപ്പോൾ പറയൂല്ലോ. വെറുതെ ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നൈസ് മെമ്പർ, ഗുഡ് മെമ്പർ ആൻഡ് എ ഗുഡ് സപ്പോർട്ട്. എന്താ പറയുക? അല്ല, അത് അല്ല, ഞാൻ പറയട്ടെ സീരിയസ്ലി, ഞാൻ ചേട്ടനെ പരിചയപ്പെട്ട ആ ഒരു സമയം തൊട്ടിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്യൂറേഷൻ ആയി നമുക്ക് ബന്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊച്ചിയിലുണ്ടായിരുന്ന കാലത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വേണ്ടി. ഓക്കെ, അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ടു ബി ഫ്രാങ്ക് എനിക്ക് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു കോളിനപ്പുറത്ത് അവൈലബിൾ ആയി നിൽക്കുന്നു. പിന്നെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും, ഈവൻ നല്ലൊരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മോശപ്പെട്ടൊരു കാര്യമായിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്സിൻ്റെ അകത്തേക്ക് എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എനിക്ക് ഓപ്പൺലി വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്നെ കേൾക്കാനും എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒപ്പീനിയൻസ് തരാനും അല്ലെങ്കിൽ സജഷൻസ് തരാനും എനിക്കൊരു ഡയറക്ഷൻ തരാനും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നതിനേക്കാൾ അപ്പുറത്തൊരു ബന്ധം ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് ചേർന്ന് നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ യു ആർ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. ഓ അമ്പോ എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ മോശമാണെന്നല്ല, തള്ളുന്നതും അല്ല. ഓക്കെ, അല്ല, അതാണ് ആകെ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ആകെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഇതാണ്. നമുക്കുണ്ടാകുന്ന ഒരു സൗഹൃദവും നമുക്ക് എന്തെങ്കിലും നമുക്ക് ആകെ നീ ഇപ്പോൾ എന്നെ വിളിക്കുമ്പോൾ പലതവണ എന്നെ വിളിച്ചിട്ടുണ്ട്. പലതവണ വിളിക്കുമ്പോൾ നീ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് വേണം എനിക്ക് പറയാൻ, ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന വർക്കിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും അവസരങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അതെ. അപ്പോൾ ഞാനിത് ആഗ്രഹിച്ചിട്ടുണ്ട് സമയത്ത് എനിക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് പറയാം. ആരും ഇല്ല വിളിക്കാൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു അറിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എംപത്തറ്റിക് ആവും ഞാൻ. അപ്പോൾ ഞാൻ എന്നെ തന്നെ ആലോചിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വരും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇന്ന ആളെ ഒന്ന് വിളിച്ച് നോക്കും, അങ്ങനെ അയച്ചു, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ നോക്ക് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അത് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെയാണ്. ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് അത് ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ബെസ്റ്റ് കാണിച്ചിട്ട് എന്താ കാണിക്കണം? ബാക്കിയുള്ളതിൽ പിശുക്ക് കാണിക്കുന്നു കേട്ടോ. അല്ല, ബാക്കിയുള്ള പിശുക്കുന്നല്ല, പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇനിയും വരട്ടെ അല്ലേ?
അപ്പോൾ എനിവേസ് നമ്മുടെ ഇന്നത്തെ മാത്യു ചേട്ടനുമായിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. സോ ഇനിയും മാത്യു ചേട്ടാ ഒരുപാട് അവസരങ്ങൾ, അതായത് ഇപ്പം മിനി സ്ക്രീനിൽ എന്താ പറയുക തിളങ്ങി നിൽക്കുകയാണ്. ഇനി ബിഗ് സ്ക്രീനിലും ഇതുപോലെ നല്ലൊരു തിളക്കത്തിൻ്റെ അകത്തേക്ക് എത്തിപ്പെടട്ടെ എന്നുള്ളത് ഒരു അവസരങ്ങൾ കിട്ടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. കാരണം ഓൾവേസ് അതെ 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 പുള്ളിയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഡെഫിനറ്റ്ലി ഞാൻ പറയട്ടെ ചേട്ടൻ എത്തും. അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇനിയും ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷോ? അടിപൊളിയല്ലേ? അതെ, അടിപൊളിയാ. ഓക്കെ. അല്ല, ഇത് എനിക്ക് വളരെ സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇങ്ങനെ ഇൻ്റർവ്യൂ ചാറ്റിലുള്ള ഒരു ഫസ്റ്റ് സെലിബ്രിറ്റി ചാറ്റ്, റൈറ്റ്? യെസ്. അതൊരു ഫസ്റ്റ് ചാറ്റിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ വളരെ എന്താ പറയുക, ഐ ഷുഡ് സേ ഐ ആം താങ്ക്ഫുൾ. ഭയങ്കര താങ്ക്ഫുള്ളായിട്ട് തോന്നുന്നു എനിക്ക്. ദ എൻവയോൺമെൻറ്റ് വിച്ച് യു ഗേവ് മീ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് പോട്ടെ, പരിപാടി ഗംഭീരമാകട്ടെ അല്ലേ? ഇനിയും നമ്മൾ ഇതുപോലെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റീസുമായിട്ട് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും.